ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ കഴിയാറായില്ലേ? കുട്ടികളുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ഒരു ദിവസം തിക്കോടിയിലേക്ക് പോവുകയാണ്. കണ്ണനും ഉണ്ട്, ചാമേട്ടൻ വന്നില്ല. ചാമേട്ടന് ഒരു എൻഗേജ്മെൻറ്റും വീട്ടുകൂടലൊക്കെ ഉള്ളതുകൊണ്ട് ചാമേട്ടൻ വന്നില്ല. മുല്ലയും മക്കളും അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കണ്ണനുള്ളതുകൊണ്ട് വണ്ടി ഓടിക്കാനും ആളായാലോ. അപ്പോൾ അത് അവിടെ എത്തി ബാബയും മക്കളും കൂടെ ഭക്ഷണവും കഴിച്ച് അവരിതാ ലുഡോ കളിക്കുകയാണ്. ബാബയ്ക്ക് പിന്നെ മക്കളെ കിട്ടിയാൽ വേറെ ഒന്നും വേണ്ട. ചർച്ചു മമ്മി വീഡിയോ എടുക്കാണെന്ന് കണ്ടപ്പോൾ വേദുകൊണ്ടിന് ഹായ് ബായ് ഒക്കെ പറയുന്നുണ്ട്. ഇതാ ഞങ്ങൾ കുഞ്ഞാപ്പൻ്റെ കണ്ണൻ്റെ വാവയാണിത്. വാവേനെ കാണാൻ കണ്ണൻ വാവേനെ കണ്ടില്ല. അപ്പം വാവേനെ കാണാൻ വേണ്ടി പോയാണ്. അവിടെ നിന്ന് വിഭീഷേട്ടൻ്റെ വീട്ടിലും ഭരതപ്പാപ്പൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വിനേഷിൻ്റെ വീട്ടിൽ പ്രിയങ്കയും മക്കളും ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയതുമില്ല. ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും കൂടെ. സനു പാവം കിടന്ന് ഉറങ്ങിപ്പോയതുകൊണ്ട് ഞങ്ങളെ കൂടെ വന്നില്ല. അല്ലെങ്കിൽ എവിടെയും ഞങ്ങളെ കൂടെ വരുന്ന ആളെ ഉറങ്ങിയതുകൊണ്ട് പിന്നെ ഞങ്ങൾ തൊട്ടടുത്തല്ലേ, നമ്മൾ വീട് നോക്കിയാൽ കാണുന്ന സ്ഥലത്താണ് ഈ ബീച്ച്. അതായത് നമ്മൾ ജനിച്ച് വളർന്ന് കളിച്ച് നടന്ന ബീച്ച് നാടും. അത് നമുക്കൊരു പ്രത്യേക നൊസ്റ്റാൾജിയാണ്. പ്രത്യേകിച്ച് നമ്മൾ നാട് വിട്ട് കല്യാണമൊക്കെ കഴിച്ച് നാടെന്ന് പറയുമ്പോൾ വേറെ തന്നെ ഒരു അവിടെ എത്തിയപ്പോഴാണ് ദേവമോള് പറയുന്നത്, മമ്മി നമുക്ക് റീൽസ് എടുക്കാൻ. ഞാൻ അയ്യോ മമ്മിക്ക് അറിയില്ല മോളെ, മമ്മി പ്രാക്ടീസും ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, മമ്മിക്ക് അറിയില്ല മമ്മി, ഞാൻ കാണിച്ചു തരാം, ഞാൻ കാണിക്കുന്ന പോലെ മമ്മി കളിച്ചാൽ മതി, ഞങ്ങൾ മമ്മിക്ക് വേണ്ട, മമ്മിക്ക് ഓൺലി ക്ലാസിക്കൽ എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല കുട്ടി. ഇവിടെ മഴൻ്റെ ഒരു ലക്ഷണം ഉള്ളത് കൊണ്ട് സൂര്യൻ കംപ്ലീറ്റ് മേഘത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് ആ ഗോൾഡൻ ഹവേഴ്സ് ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. പക്ഷെ എന്നാലും നല്ലൊരു സന്തോഷം. മക്കൾ കടൽ കണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ കളിക്കുന്നുണ്ട്. ഞങ്ങൾ സമ്മതിക്കുന്നത് എനിക്ക് പേടിയാണ്. ഫോട്ടോ വീഡിയോ എന്ന് പറഞ്ഞ കാര്യമില്ല, മക്കളെ ശ്രദ്ധിക്കില്ല. വരുമ്പോഴേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കടലിലേക്ക് ഇറങ്ങരുത്, തോണിക്കാരും പോയില്ല, അത് കാരണം നിങ്ങൾ ഇറങ്ങരുതെന്ന് വരുമ്പോഴും അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെക്കാളും ആഗ്രഹം നമുക്കുണ്ട് കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി. പക്ഷെ മക്കളുള്ളതുകൊണ്ട് നമ്മുടെ ആഗ്രഹമൊക്കെ നിൽക്കുകയാണ്. എന്നാലും എല്ലാവരും കുറച്ചൊന്ന് നനഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഫോട്ടോ കിട്ടിയില്ലെങ്കിലും വീഡിയോ കിട്ടിയില്ലെങ്കിലും മക്കളെ നോക്കിയിട്ട് കാര്യം. അവിടെ നിന്ന് ഇങ്ങനെ ടൂ വീലറും കാറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് കണ്ട അച്ഛൻ ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് കുറേ സമയമായി ഇതാ ഇവിടെ ഒരു തോണീൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടില്ല അച്ഛൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അച്ഛൻ ഏതായാലും വന്നതല്ല അച്ഛൻ, ഒരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാൻ. അച്ഛൻ പറഞ്ഞു എന്തിനാ മോളെ കുറേ ഫോട്ടോയും വീഡിയോ. അവസാനം ഞാൻ മുന്നേ പിടിച്ചു വെച്ചത് അച്ഛൻ്റെ മുഖം കാണിച്ചിട്ടുണ്ട്. അച്ഛന് മുമ്പേ നമ്മൾ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബായ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ അമ്മ പാക്ക് ചെയ്ത്